ഇപ്പോൾ നോക്കൂ, എറണാകുളത്ത് ലോജിസ്റ്റിക്സ് പഠിച്ച ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് ജോലി കിട്ടാത്ത കുറേ കുട്ടികളുണ്ട്. മെറൈൻ ലോജിസ്റ്റിക്സ് പോലുള്ള കോഴ്സ് അറിഞ്ഞ വിദ്യാർത്ഥികളെ ഇന്ത്യൻ മാർക്കറ്റിനകത്തും ഇൻ്റർനാഷണൽ മാർക്കറ്റിനകത്തും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനകത്ത് ഫ്രേറ്റ് ഫോർവേഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, പോർട്ട് സീ പോർട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഇത് റിസീവ് ചെയ്യുന്ന എൻഡിലെ കസ്റ്റമറും. ഈ മെറൈൻ ലോജിസ്റ്റിക്സ് പഠിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, പക്ഷെ അതിന് മിനിമം ആയിട്ട് എന്തെങ്കിലും ലോജിസ്റ്റിക്സിന്റെ അറിവ് വേണം. ഗുഡ് ഈവനിങ് സർ. യെസ്. സോഷ്യൽ മീഡിയ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എപ്പോഴും മെറൈൻ ലോജിസ്റ്റിക്സ് എന്ന് കാണുന്നുണ്ട്. ഒരു എക്സ്പേർട്ട് എന്ന രീതിയിൽ സാറിന് ഇതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? വാട്ട് ഈസ് മെറൈൻ ലോജിസ്റ്റിക്സ്? ഷുവർ. ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് ഈ മെറൈൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നതിന് വളരെ പോപ്പുലാരിറ്റി ഉണ്ട്. പഴയ കാലത്ത് വേണമെങ്കിൽ നമുക്ക് എടുത്തു നോക്കാം, അതിനകത്തും ഈ മെറൈൻ്റെ പ്രാധാന്യം എന്താണെന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് വ്യക്തമായിട്ട് ഞാനൊരു കാര്യം പറയാം, ഈ മെറൈൻ്റെ ബേസിക്സ് അല്ലെങ്കിൽ മെറൈൻ്റെ ഫുൾ ഫങ്ഷൻ ഇതൊക്കെ ഒരു ലോജിസ്റ്റീഷ്യന് നല്ലവണ്ണം ഒന്ന് അറിഞ്ഞിരിക്കണം. അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഇപ്പം എൻ്റെ കൈവശം ഒരു എക്സ്പോർട്ട് കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ട് കമ്പനി ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് ഞാൻ കുറച്ച് സാധനം വേറൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാമെന്ന് വയ്ക്കാം. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ഇത് സീ റൂട്ട് മുഖാന്തരമാണ് നമ്മളെപ്പോഴും ആശ്രയിക്കുക. കാരണം കോസ്റ്റ് എഫക്റ്റീവാണ്, വളരെ പൈസ കുറവാണ്. അപ്പോൾ എനിക്ക് ബൾക്കായിട്ട് കുറേ കാർഗോ എളുപ്പത്തിൽ വേറെ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാം. അപ്പോൾ ഈ സംവിധാനം ഒന്ന് നമുക്ക് എടുത്തു നോക്കാം, എങ്ങനെയാണ് ഞാൻ എൻ്റെ കമ്പനിയിൽ നിന്നും ഈ സാധനം കയറ്റുമതി ചെയ്യുന്നത് എന്ന്. ഞാൻ ഒരു പരിചയമില്ലാത്ത ഒരാളാണെന്ന് വെക്കാം, അതിനകത്ത് ഫ്രേറ്റ് ഫോർവേഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇവർ മുഖാന്തരം നമുക്ക് ഒത്തിരി കാർഗോകൾ വേറെ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അവരെയാണ് ആശ്രയിക്കണം. അപ്പോൾ ഈ മെറൈൻ ലോജിസ്റ്റിക്സിൻ്റെ പ്രാധാന്യം അതിനകത്ത് എന്താണെന്ന് ഞാനൊന്ന് വ്യാഖ്യാനിക്കാം. ഇതിനകത്ത് ഫ്രേറ്റ് ഫോർവേഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, 2 ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, 3 പോർട്ട് സീ പോർട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഇത് റിസീവ് ചെയ്യുന്ന എൻഡിലെ കസ്റ്റമറും, ഇവരെല്ലാം 4 പേരും ഒന്നിച്ച് ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ കയറ്റുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാർഗോ എളുപ്പത്തിൽ നമ്മുടെ വെയർഹൗസിനകത്ത് നിന്ന് ലോഡ് ചെയ്ത ശേഷം ഈ സാധനം നേരെ സീ റൂട്ടിലൂടെ പ്രത്യേകിച്ച് അടുത്തുള്ളൊരു സീ പോർട്ടിൽ ഷിപ്പിംഗ് കമ്പനിയുടെ സഹായത്തോടു കൂടി നമുക്ക് ഈ സാധനം കയറ്റുമതി ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് പ്രധാന ഘടകം എങ്ങനെയാണ് മെറൈൻ ലോജിസ്റ്റിക്സ് വരുന്നത്? ഇതിനകത്ത് നമ്മൾ കണ്ടെയ്നർ കൊണ്ടുവരണം കറക്റ്റ് സമയത്ത്, അതൊരു ഷിപ്പിംഗ് കമ്പനിയുടെ സഹായത്തോടു കൂടി കൊണ്ടുവരാൻ പറ്റും. 2, ഇതിനകത്തേക്ക് നമ്മുടെ വെയർഹൗസിൽ നിന്നും വ്യക്തമായി എന്താണോ കയറ്റുമതി ചെയ്യേണ്ട ലോഡ് അതിനകത്തേക്ക് കയറ്റി പിന്നീട് ആ കണ്ടെയ്നർ നമ്മൾ ഇവിടുന്ന് ക്ലോസ് ചെയ്തിട്ട് കസ്റ്റംസിൻ്റെ പ്രൊസീജിയർ പ്രകാരം ഇത് സീ പോർട്ടിലേക്ക് എടുത്തു കൊണ്ടുപോയി അവിടെ ഒരു ഡോക്യുമെൻറ്റേഷൻ പർപ്പസ് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് അവർ നമുക്ക് അനുവാദം തരും. അതിൻ്റെ കൂടെ തന്നെ കയറ്റുമതി ചെയ്യേണ്ട എന്താണോ എക്സ്പോർട്ട് ഡ്യൂട്ടി അത് നമ്മൾ ഇതിനകത്തേക്ക് അടച്ച് ഇത് ഷിപ്പിംഗ് കമ്പനിയുടെ വെസലിനകത്തേക്ക് കയറ്റി പിന്നീട് ഈ സാധനം എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് യാത്രയാവും. ഇതിനകത്തൊക്കെ മെറൈൻ്റെ ലോജിസ്റ്റിക്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മെറൈൻ ലോജിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കൺസൈൻമെൻറ്റോ ഒരു ഷിപ്മെൻറ്റോ ഒറിജിനൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് സീയിലൂടെ പോർട്ടിൻ്റെ സഹായത്തോടു കൂടി ഫ്രേറ്റ് ഫോർവേഡിങ്ങും ഷിപ്പിംഗ് കമ്പനിയും ഇൻവോൾവ് ആയിട്ട് ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്ന സകല ആക്ടിവിറ്റി ബേസ്ഡും സപ്പോർട്ടും എല്ലാം തരുന്നതാണ് മെറൈൻ ലോജിസ്റ്റിക്സ്. മെറൈൻ ലോജിസ്റ്റിക്സ് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാൻഡിഡേറ്റ് എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് എന്ന നിലയ്ക്കോ ആ പ്രൊഫഷനിലോട്ട് ചേഞ്ച് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇതാണ് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളത്. ഇതിനകത്ത് ബേസിക് ആയിട്ടൊരു കാര്യമുണ്ട്. ഈ മെറൈൻ ലോജിസ്റ്റിക്സ് പഠിക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, പക്ഷെ അതിന് മിനിമം ആയിട്ട് എന്തെങ്കിലും ലോജിസ്റ്റിക്സിൻ്റെ അറിവ് വേണം. കാരണം പെട്ടെന്നൊരു ഷിപ്പിംഗ് കമ്പനിയെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫ്രേറ്റ് ഫോർവേഡേഴ്സിനെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ പോർട്ടിനകത്ത് ഒരു അപ്രോച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ബേസിക്സ് ആയിട്ട് എന്തെങ്കിലും ലോജിസ്റ്റിക്സ് അറിയണം. ഇപ്പോൾ നോക്കൂ, ഇതിനകത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ പ്രൊഫഷണലായിട്ട് മാറാൻ എളുപ്പമാണ്, പക്ഷെ അതിനകത്ത് ബേസിക്കായിട്ട് ഇപ്പോൾ ഒരു +2 കഴിഞ്ഞ സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ സ്റ്റുഡൻറ്റ്സ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ ഡിപ്ലോമ കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണെന്ന് വയ്ക്കുക.
ഇവർക്ക് ലോജിസ്റ്റിക്സിൻ്റെ ബേസിക്സ് ഇല്ലെങ്കിൽ ഇത് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ നിർബന്ധം എല്ലാവരോടും പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നോക്കൂ, എറണാകുളത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ലോജിസ്റ്റിക്സ് പഠിച്ച ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് ജോലി കിട്ടാത്ത കുറേ കുട്ടികളുണ്ട്. നമുക്കതിന് എക്സാമ്പിളായിട്ട് എടുക്കാം. അവരെ നമുക്ക് ഈ മെറൈൻ പ്രൊഫഷണലായിട്ട് മാറ്റാൻ എളുപ്പം. കാരണം അവർക്ക് ബേസിക്സ് ആയിട്ട് ഈ ലോജിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനം കിട്ടിയ ആൾക്കാരാണ്. അവർക്ക് ഇതിലേക്ക് ഫോക്കസ് ചെയ്താൽ ഇത് എളുപ്പമായിട്ട് പഠിച്ചു മനസ്സിലാക്കി ഈ ഓപ്പറേഷൻസ് എന്താണെന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാവാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു മെറൈൻ ലോജിസ്റ്റിക്സ് പ്രൊഫഷണലായിട്ട് മാറാൻ സാധിക്കും. സാർ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരുപാട് കസ്റ്റംസ് ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഐസ് ഗേറ്റ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ, അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സാധാരണ രീതിയിൽ ഏത് സാധനം എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഇമ്പോർട്ട് ചെയ്യുമ്പോഴും കസ്റ്റംസിൻ്റെ പ്രൊസീജിയർ അനുകൂലിച്ച് മാത്രമേ നമുക്ക് ഇറക്കുമതി ചെയ്യാനും കയറ്റുമതി ചെയ്യാനും സാധിക്കുള്ളൂ. അപ്പോൾ എക്സ്പോർട്ടിൻ്റെ പ്രൊസീജിയർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെറൈൻ ലോജിസ്റ്റിക്സിൻ്റെ ഒരു പ്രൊഫഷണലിസം. അത് ഞാൻ ഉദാഹരണമായിട്ട് പറയാം. നമ്മൾ കയറ്റുമതി ചെയ്യുന്ന സന്ദർഭത്തിൽ ഇറക്കുമതി ചെയ്യുന്ന ആൾ ആരാണോ അയാളുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ തയ്യാറാക്കുക. പല സ്റ്റെപ്സും ഉണ്ട് ഇതിനകത്ത് നിർബന്ധമായിട്ടും കയറ്റുമതി ചെയ്യുന്ന സാധനം എന്താണോ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് എന്താണോ അതിൻ്റെ കമേഴ്ഷ്യൽ ഇൻവോയ്സ് വേണം. 2, അതിൻ്റെ പാക്കിംഗ് ലിസ്റ്റ് നിർബന്ധമായിട്ടും വേണം. 3, ആ സാധനം കയറ്റുമതി ചെയ്യുമ്പം പ്രത്യേകിച്ച് സീലൂടെ പോകുന്നത് കൊണ്ട് ആ പ്രോഡക്റ്റിന് ഇൻഷുറൻസ് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഇസ് മാൻഡറ്ററി എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഏത് രാജ്യത്തു നിന്നാണോ കയറ്റുമതി ചെയ്യുന്നത് ആ രാജ്യത്തെ പ്രൊഡക്റ്റാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്. ഇത് 4 പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ്. ഇത് 4ഉം ആരാണോ എക്സ്പോർട്ട് ചെയ്യുന്നത് അയാൾ നിർബന്ധം തയ്യാറാക്കിയിരിക്കണം. ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഷിപ്പിംഗ് കമ്പനിയുടെ ആവശ്യമനുസരിച്ച് ഒരു ഷിപ്പിംഗ് ബില്ല് നമ്മൾ പാസ്സാക്കും കസ്റ്റംസ് ത്രൂ. ഈ കസ്റ്റംസ് ത്രൂ പാസ്സാക്കിയിട്ടാണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന കണ്ടെയ്നർ അല്ലെങ്കിൽ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന നമ്മുടെ ഷിപ്മെൻറ്റ് ഒരു വെസലിനകത്ത് കയറി പോകത്തുള്ളൂ. ഇതാണ് മാഡം ഇപ്പോൾ ചോദിച്ചില്ലേ, എന്താണ് ഐസ് ഗേറ്റ് എന്ന് പറയുന്ന പോർട്ടൽ? ഈ പോർട്ടലിനകത്താണ് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഈ പ്രൊസീജിയർ വരെ നമുക്കിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ലോജിസ്റ്റിക്സ് കോഴ്സിനകത്ത്. അപ്പം ഒരു പ്രൊഫഷണലായിട്ട് മെറൈൻ ലോജിസ്റ്റിക്സ് അറിയാനും ആ പ്രൊഫഷനിലേക്ക് മാറാനും ആഗ്രഹിക്കുന്ന ഓരോ കാൻഡിഡേറ്റിനും അല്ലെങ്കിൽ ഓരോ സ്റ്റുഡൻറ്റിനും ഈ കസ്റ്റംസിൻ്റെ പ്രൊസീജിയറും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എക്സാക്ട്ലി അതേ സോഫ്റ്റ്വെയർ മാതിരി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പോർട്ടലിലൂടെ നമുക്ക് ഈ സബ്മിഷനും പഠിക്കാൻ പറ്റും, കസ്റ്റംസിൻ്റെ എൻറ്റയർ പ്രൊസീജിയറും മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ സ്റ്റുഡൻസിൻ്റെ ഒരു ക്യൂരിയോസിറ്റി, മെറൈൻ ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയിലായിരിക്കും ജോലി സാധ്യത? എല്ലാ കുട്ടികൾക്കും ഇതാണ് ധാരണ. കോഴ്സൊക്കെ പഠിക്കും, എല്ലാ പ്രൊഫഷണലായിട്ട് മാറാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഏത് മേഖലയിലായിരിക്കും ഓപ്പർച്യൂണിറ്റി എന്നുള്ളൊരു ആദ്യമേ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് മെറൈൻ ലോജിസ്റ്റിക്സ് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിക്ക് നല്ല ജോലി സാധ്യതകളാണുള്ളത്. പ്രത്യേകിച്ച് സീ പോർട്ടിനകത്ത്, ഒരു ഫ്രീറ്റ് ഫോർവേഡിംഗ് കമ്പനിക്കകത്ത്, ഷിപ്പിംഗ് കമ്പനികളിൽ ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ സബ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം മനസ്സിലാക്കി അതിനകത്ത് നല്ല ഓപ്പർച്യൂണിറ്റി കാത്തു നിൽപ്പുണ്ട്. ഒരു പ്രൊഫഷണലായിട്ട് മാറാൻ ഏതൊരു കമ്പനിക്കകത്ത് കയറിയാലും ഒരു 6 മാസമോ 1 വർഷമോ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് പ്രൊഫഷനായിട്ട് മാറാൻ സാധിക്കും. അപ്പോൾ ഞാൻ എടുത്തു പറയുന്നത് ഏതൊരു വിദ്യാർത്ഥിയും ഇത് ഫോക്കസ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതിനകത്ത് മാക്സിമം ജോലി സാധ്യത എന്ന് പറയുന്നത് ഒരു സീ പോർട്ടിനകത്ത് കിട്ടാൻ സാധ്യതയുണ്ട് ജോലി. അവിടെ ഒരു ഓപ്പറേഷൻ എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ അവിടെ ഒരു പോർട്ട് ടെർമിനൽ ഓപ്പറേഷൻ പേഴ്സണായിട്ടോ അല്ലെങ്കിൽ പോർട്ട് ടെർമിനൽ എക്സിക്യൂട്ടീവോ ആയിട്ടോ ജോലി സാധ്യതയുണ്ട്. അതുമാതിരി ഷിപ്പിംഗ് കമ്പനിക്കകത്ത് ഡോക്യുമെൻറ്റേഷൻ സബ്മിഷൻസ് ത്രൂ ഐസ് ഗേറ്റ് പോർട്ടലിലോ അത് സബ്മിറ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഫ്രീറ്റ് ഫോർവേഡിംഗ് കമ്പനികളിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫ്രീറ്റ് ഫോർവേഡിംഗ് കമ്പനി എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യുന്ന ആളും എക്സ്പോർട്ട് ചെയ്യുന്ന ആളുടെ ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അവർക്ക് ഒത്തിരി പ്രൊഫഷണൽസിനെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് മെറൈൻ ലോജിസ്റ്റിക്സ് പോലുള്ള
കോഴ്സ് അറിഞ്ഞ വിദ്യാർത്ഥികളെ ധാരാളം ഇന്ത്യൻ മാർക്കറ്റിനകത്തും ഇൻ്റർനാഷണൽ മാർക്കറ്റിനകത്തും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽസിനും, പ്രത്യേകിച്ച് ലോജിസ്റ്റിക്സിൻ്റെ ബേസിക് ഉള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് പഠിച്ച് നല്ലൊരു പ്രൊഫഷണലായിട്ട് മാറാനും സാധിക്കും.